പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. കടന്നു വന്ന എല്ലാ ദൈവദാസന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും മിറക്കുലസ് ആൻഡ്സ് ഓഫ് മിനിസ്ട്രി ഉള്ളതായ ഞങ്ങളുടെ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. അല്പസമയം നമുക്ക് ദൈവത്തെ പാടി സൂക്ഷ്മപ്പെടുത്താം. പൈതൽ പ്രിസ്കില്ല മാത്യൂസ് ഓൺ ദ ലൈൻ. ലെറ്റ് us worship with Priscilla. Would you please, Priscilla? Thank you. പ്രൈസ് ദി ലോർഡ്. നമുക്ക് ഈ നല്ല ദിവസത്തെ ദൈവത്തിനെ ആരാധിക്കുവാൻ ലഭിച്ച അവസരത്തിനായി ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നു. എന്നെ ക്ഷണിച്ച എല്ലാ മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് ഉള്ള എല്ലാവരോടും, മാത്യു ഉമ്മൻ അപ്പച്ചനോടും ജോസഫ് പാൽമറ്റും അങ്കിളിനോടും മറ്റെല്ലാവരോടും ദൈവനാമത്തിൽ വന്ദനം പറയുന്നു. നമുക്ക് ഈ സമയത്ത് നമുക്ക് ദൈവത്തിൻ്റെ വലിയ സ്നേഹം ഓർത്തുകൊണ്ട് നമുക്ക് സ്തുതിക്കാം, ആരാധിക്കാം. നമുക്ക് ദൈവത്തിൽ ആശ്രയം വെക്കാൻ, നമുക്ക് ദൈവത്തിൽ നമുക്ക് തുണയായി നമുക്ക് ദൈവത്തെ നമ്മുടെ ജീവിതത്തിൽ വെക്കുവാൻ ഈ ലഭിച്ച അവസരത്തെ ഓർത്ത് നമുക്ക് എത്ര ഭാഗ്യമുണ്ട്, എത്ര ഭാഗ്യമാനാണ് നമ്മൾ. അത് ഓർത്തുകൊണ്ട് നമുക്ക് പാട്ടുപാടിയാൽ കർത്താവിൻ
ഭാഗ്യമുണ്ട് നമുക്ക് ദൈവത്തിൽ ആശ്രയിപ്പാൻ. എനിക്കെൻ്റെ ആശ്രയം യേശു അത്രേ. വേറെ ഒന്നിലും നമുക്ക് തിരിയണ്ട, വേറെ ഒരാളെയും നമുക്ക് നോക്കണ്ട. നമുക്ക് യേശു ഉണ്ടെങ്കിൽ നമുക്ക് വേറെ ഒന്നും വേണ്ട. നമുക്ക് യേശു നമ്മുടെ എല്ലാം ആണെങ്കിൽ നമുക്കൊരു പാട്ടും കൂടെ ചേർന്ന് നമുക്ക് സ്തുതിച്ചാരാധിക്കാം. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. എനിക്കെൻ്റെ ആശ്രയം യേശുവത്രേ, സർവശക്തനാമൻ യേശുവത്രേ. ഞാൻ അവൻ കരങ്ങളിൽ സുരക്ഷിതനാ, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. കാക്കയായ ചാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. കാക്കയായ ചാരം തരും, ആവശ്യമെല്ലാം നടത്തി തരും, നഷ്ടങ്ങളെ ലാഭമാക്കി തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ നൽകിടും, യേശു മതിയായവൻ. ആരോഗ്യമുള്ള ശരീരം തരും, രോഗങ്ങളെ ദൈവം നീക്കിത്തരും, ശാന്തമായി ഉറങ്ങുവാൻ കൃപ തന്നിടും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. ഹല്ലേലൂയ. യേശു മതി, ആ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. എനിക്കൊരു ഭവനം പണിതു തരും, ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും, പുതിയ വഴികളെ തുറന്നു തരും, യേശു മതിയായവൻ. എനിക്കൊരു ഭവനം പണിതു തരും, ഹൃദയത്തിനാഗ്രഹം നിറവേറ്റിടും, പുതിയ വഴികളെ തുറന്നു തരും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശു മതി എനിക്ക്. യേശു മതി, തൻ ഹിതം മതി, നിത്യജീവൻ മതി എനിക്ക്. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിനേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും, യേശു മതിയായവൻ. സമാധാനമുള്ള കുടുംബം തരും, കുടുംബത്തിലേവർക്കും രക്ഷ തരും, നല്ല സ്വഭാവികളായി തീർത്തിടും, യേശു മതിയായവൻ. യേശു മതി, ആ സ്നേഹം. ഓക്കെ മോളെ, ഗോ ഹെഡ്. സൗണ്ട് കൂട്ടി പറ മോളെ. യു ആർ ഗുഡ്. യാ.
Praise Lord. Yeah, go ahead. Yeah. Okay, go ahead. Yeah. പ്രൈസ് ലോർഡ്. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. മിറക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് സൂം പ്ലാറ്റ്ഫോമിൽ എല്ലാവർക്കും വേഗം വരുന്ന യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. പ്രത്യേകിച്ച് എനിക്ക് ഈ സമയം തന്ന പാസ്റ്റർ അങ്കിൾ ഉമ്മൻ മാത്യു ഉമ്മൻ അങ്കിളിനോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ഇന്ന് നമ്മോട് അനുഭവ സാക്ഷ്യം പ്രസ്താവിക്കുന്നത് ഫിലദൽഫിയ എബനീസർ ചർച്ചിലെ സീനിയർ ശുശ്രൂഷകനായ ബേബി ഡാനിയൽ സിസ്റ്റേഴ്സ് ശോശാമ ഡാനിയലുമാണ്. പാസ്റ്റങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായ നികത്താൻ പറ്റാത്ത നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും സാക്ഷ്യം ആണ് പാസ്റ്റങ്ങൾ ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത്. പാസ്റ്റങ്ങളുടെ മകൻ സ്കൂളിലെ ഒരു ടൂറിന് വെച്ച് സ്വിമ്മിംഗ് പൂളിൽ നനയ്ക്കാത്ത നാരികത്തെ ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയും, പക്ഷേ അവിടെയൊക്കെയും ദൈവത്തിൻ്റെ ഒരു ക്ഷമ, ദൈവം എത്രത്തോളം ക്ഷമിച്ചു അത്രത്തോളം മനുഷ്യരോടും നമ്മൾ ക്ഷമിക്കണം എന്നുള്ള ആ ഒരു ഇത് പാസ്റ്റങ്ങളുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതിന് സ്കൂളുകാരുടെ അശ്രദ്ധ മൂലം കുഞ്ഞ് നഷ്ടപ്പെട്ടെങ്കിലും അവർക്കെതിരെ കേസിനോ കോർട്ടിലോ ഒന്നും പോകാതെ ക്രൂശില മരണത്തോളം ദൈവം ക്ഷമിച്ചതുപോലെ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ക്ഷമിച്ചതുപോലെ അദ്ദേഹവും മനുഷ്യരോട് ക്ഷമിച്ച്, സ്കൂൾ അധികൃതരോട് ക്ഷമിച്ച് പോന്നു. അപ്പം നമുക്കിന്ന് ആ നികത്താൻ പറ്റാത്ത നഷ്ടത്തിൻ്റെയും കഷ്ടത്തിൻ്റെയും സാക്ഷ്യം പാസ്റ്ററുടെയും ആൻറ്റിയുടെയും സാക്ഷ്യത്തിൽ നിന്ന് നമുക്ക് കേൾക്കാം. Pastor, go ahead. Yeah. Baby Daniel. Yes. Okay. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. മിറാക്കുലസ് ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രിയുടെ ഇന്നത്തെ ഈ സൂം മീറ്റിങ്ങിൽ സംബന്ധിപ്പാൻ എനിക്കും എൻ്റെ ഭാര്യയ്ക്കും ലഭിച്ച അവസരത്തിനായിട്ട് ഞങ്ങൾ വളരെ സന്തോഷമുള്ളവരാണ്. അതിനായി ഞങ്ങളെ ക്ഷണിച്ച പാസ്റ്റർ മാത്യു ഉമ്മൻ സാറിനോടും ബ്രദർ ജോസഫ് പാലമറ്റം, പാസ്റ്റർ തോമസ് കുറ്റിപ്പുറം തുടങ്ങി ഈ മിനിസ്ട്രിയുടെ ചുമതലപ്പെട്ട എല്ലാവരോടും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വിലയേറുന്ന നാമത്തിൽ ആദ്യമായി ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ചില ദിവസങ്ങൾക്ക് മുമ്പ് വരെ ഈ മിനിസ്ട്രിയുടെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ഒന്നും അറിയത്തില്ലായിരുന്നു. എന്നാൽ 2 ആഴ്ചയ്ക്ക് മുമ്പ് കർത്തദാസൻ ഞങ്ങളെ വിളിച്ചപ്പോൾ ഈ പ്രെയർ മിനിസ്ട്രി സംബന്ധിച്ച് ചില കാര്യങ്ങൾ ഞങ്ങളോട് പറയുകയും ഇന്നത്തെ ഈ സൂം മീറ്റിങ്ങിൽ കടന്നു വന്ന് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം പറയുന്നതിനായിട്ട് ഞങ്ങളെ ക്ഷണിക്കുകയും ചെയ്തു. അപ്രകാരം കഴിഞ്ഞ തേഴ്സ്ഡേയിൽ ആദ്യമായി ഈ മിനിസ്ട്രിയുടെ സൂം മീറ്റിങ്ങിൽ സംബന്ധിച്ചത് ഞങ്ങൾക്കും വളരെ അനുഗ്രഹമായിരുന്നു. ഇന്ന് ഞങ്ങളുടെ അനുഭവ സാക്ഷ്യം പങ്കുവയ്ക്കുന്നതിന് അനുവദിക്കപ്പെട്ടിരിക്കുന്ന സമയത്തിൻ്റെ കൂടുതൽ ഭാഗവും എൻ്റെ ഭാര്യ ശോശാമ ഡാനിയൽ സാക്ഷ്യം പറയാനായിട്ട് എടുക്കും. അതിനെ തുടർന്ന് ശേഷിക്കുന്ന മിനിറ്റുകൾ ഞാനും പുറകാലെ പറഞ്ഞുകൊള്ളാം. പ്രൈസ് ദ ലോർഡ്. കടന്നു വന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ നന്ദിയോടെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ദൈവത്തിന് ആദ്യമായിട്ട് വീണ്ടും നന്ദി പറയുന്നു. നിങ്ങളെ എല്ലാവരെയും ഓർത്തും ഞങ്ങൾ നന്ദിയുള്ളവരാണ്. സ്തോത്രം. ഇന്ന് സന്ധ്യയെങ്കിൽ ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ ഉണ്ടായതായ ഒരു സംഭവത്തിൻ്റെ തുടർന്നാണ് ഞങ്ങളുടെ സാക്ഷ്യം പറയുവാനിരിക്കുന്നത്. പ്രിയ ഷാരൻ അതിൻ്റെ ഡീറ്റെയിൽസ് പറഞ്ഞെങ്കിലും അതിൽ ഒരു അല്പം വ്യത്യാസമുണ്ട്. എല്ലാവർക്കും എക്സാക്റ്റ് എന്തുവാ എവിടെയാണ് നടന്നത് എന്നൊന്നും അറിയത്തില്ല. എന്നാൽ ഇന്ന് ഞങ്ങളത് ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതായിരിക്കും. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 50-ൽ പരം വർഷമായി ഞങ്ങൾ കുടുംബമായിട്ട് ഈ ഫിലഡൽഫിയയുടെ പ്രദേശത്ത് താമസിക്കുന്നു. ദൈവം ഞങ്ങളുടെ കുടുംബ ജീവിതത്തിൽ അനുഗ്രഹിക്കപ്പെട്ട 3 കുഞ്ഞുങ്ങളെ നൽകി തന്നു. അതിൽ ഞങ്ങളുടെ രണ്ടാമത്തെ മകന് മൂത്ത 2 ആൺമക്കള്, ഇളയ ഒരു പെൺപൈതൽ. അതിൽ രണ്ടാമത്തെ മകൻ്റെ വേർപാടിനോടുള്ള ബന്ധത്തിലാണ് ഇന്ന് പകൽക്കാലം ടെസ്റ്റ് മണി പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്.
ഞങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് ടെസ്റ്റിമണികൾ പറയുവാനുണ്ട്, അനേക വിടുതലിൻ്റെ സാക്ഷ്യങ്ങളൊക്കെ പറയാനുണ്ട്. എന്നാൽ അതൊന്നും ഇന്ന് ടച്ച് ചെയ്യുന്നില്ല. ഈ ഒരു കാര്യം മാത്രമേ ഇന്ന് സന്ധ്യയെങ്കിൽ പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നുള്ളൂ. അങ്ങനെ ഈ സംഭവം നടന്നത് ഒരു 33 വർഷങ്ങൾക്ക് മുൻപാണ്. 1992 നവംബർ 19 ഞങ്ങളുടെ രണ്ടാമത്തെ പൈതലിനെ രാവിലെ ഒരുക്കി സ്കൂളിൽ വിട്ടു. നമ്മളെല്ലാവരും കുഞ്ഞുങ്ങളെ സ്കൂളിൽ വിടുന്നത് പോലെ 4 മണിയാകുമ്പോൾ തിരിച്ചു വരും എന്നുള്ള പ്രതീക്ഷയിൽ ഞങ്ങളും രാവിലെ സ്കൂൾ ബസ്സിൽ കയറ്റി വിട്ടു. എന്നാൽ പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു 1:30 ആയപ്പോൾ സ്കൂളിൽ നിന്നൊരു ഫോൺ കോൾ വന്നു. നിങ്ങളുടെ മകൻ ഒരു ആക്സിഡൻ്റ് ഉണ്ടായി, അതുകൊണ്ട് ഞങ്ങളൊരു ട്രാൻസ്പോർട്ടിനെ അയച്ചിട്ടുണ്ട്, എളുപ്പം വരണമെന്ന്. അത് ഫോൺ എടുത്തത് ഞാനാണ്. ഉടനെ ഞാൻ വിചാരിച്ചു മറിഞ്ഞു വീണതോ കാലോ കയ്യോ മുറിഞ്ഞതോ പൊട്ടിയതോ വല്ലതും ആയിരിക്കും. അതുകൊണ്ട് അവരോട് ഞാൻ പറഞ്ഞു, ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് വന്നോളാം, ആരെയും അയക്കണ്ട എന്ന് പറഞ്ഞു. അന്നേരം അവർ പറഞ്ഞു, അല്ല ഞങ്ങൾ അയച്ചിട്ടുണ്ട്, ട്രാൻസ്പോർട്ട് ഓൾറെഡി ഡിസ്പാച്ച് ചെയ്തിരിക്കുക എന്ന് പറഞ്ഞു. ഫോൺ നിർത്തി 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു പോലീസ് വണ്ടി ഞങ്ങളുടെ വീടിൻ്റെ മുറ്റത്ത് വന്ന് നിന്നു. പോലീസുകാരൻ ഇറങ്ങി വന്ന് ഞങ്ങളെ കൂട്ടി വാഹനത്തിൽ കയറ്റി നേരെ പോയത് ഇവിടെയുള്ള ഫ്രാങ്ക്ഫർട്ട് ടൂറിസ്റ്റ് ഡേയിൽ ഹോസ്പിറ്റലിലേക്കാണ്. കാരണം പൈതൽ അത്രയും നേരം കൊണ്ട് അവനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴേ ഞങ്ങൾക്ക് മനസ്സിലായി കാര്യങ്ങൾ അല്പം സീരിയസ് ആയിട്ടുള്ള ഒരു കേസാണ്, കൈവിട്ട കേസായിട്ട് തന്നെ ഞങ്ങൾക്ക് ഫീൽ ചെയ്തു. ആ ഹോസ്പിറ്റല് ഒരു ട്രോമ സെൻ്റർ ആണ്. എന്നാൽ അതിൽ അവൻ 11 വയസ്സ് മാത്രം ഉള്ള പൈതലായതുകൊണ്ട് 6ാം ക്ലാസ്സിൽ പഠിക്കുകയാണ്. ഉടനെ തന്നെ അവനെ എയർലിഫ്റ്റ് ചെയ്ത് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. അവിടെ ചെന്ന് അവിടുത്തെ ICUവിൽ അപ്പോഴത്തേക്ക് തേഴ്സ്ഡേ വൈകിട്ട് ഏകദേശം 4-5 മണി ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അന്നത്തെ കാര്യമൊന്നും ഇപ്പോൾ എക്സാക്റ്റ് ഓർക്കാൻ പോലും വയ്യാത്ത അവസ്ഥയാണ് ഞങ്ങളുടെയും ജീവിതത്തിൽ. എന്നാൽ ആ രാത്രി മൊത്തം ICUവിൽ അവന് വെന്റിലേറ്ററിൽ എല്ലാവിധമായ ട്രീറ്റ്മെൻറ്റും ഡോക്ടേഴ്സിന് ചെയ്യാവുന്ന എല്ലാം ചെയ്ത് അവന് ഹോസ്പിറ്റലിൽ ആ മുറി ICU മുറിയിൽ ഞങ്ങളും അവിടെ തന്നെ നിന്നു. അങ്ങനെ ദൈവത്തോട് പ്രാർത്ഥിച്ചു, നിലവിളിച്ചു. അത്രയുമൊക്കെ ആയപ്പോഴത്തേന് സഭക്കാരും നാട്ടുകാരും ദേശക്കാരും എല്ലാവരും അറിഞ്ഞു, എല്ലാവരും വന്നു. അവിടെ എല്ലാം ആൾക്കാരെ കൊണ്ട് നിറഞ്ഞു. എല്ലാവരും കണ്ണുനീരോടുകൂടെ ദൈവത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു. എന്നാൽ ഡോക്ടേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങളോട് പറയുന്നുണ്ട്, വെരി സീരിയസാ. ഉടനെ അങ്ങനെയാണല്ലോ, ഡോക്ടേഴ്സ് ഉടനെ പറയത്തില്ലല്ലോ ഇപ്പം മരിച്ചു പോകുമെന്നൊന്നും പറയത്തില്ല. എന്നാൽ കുറച്ചുകൂടെ കഴിഞ്ഞപ്പോൾ പറഞ്ഞു, ഐ ഡോണ്ട് തിങ്ക് ഹി ഈസ് ഗോയിങ് ടു മേക്ക്. ഞങ്ങൾ എന്നാലും ഹോപ്പ് ഒട്ടും നഷ്ടപ്പെടുത്താതെ പിന്നെയും ഇങ്ങനെ, ദൈവമേ ലാസറിനെ മരണത്തിൽ നിന്ന് ഉയർപ്പിച്ച ദൈവമാണ്, ഞങ്ങളുടെ പൈതലിനെയും ഉയർപ്പിക്കണം എന്നുള്ള ആ നിലവിളിയോടുകൂടെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് അവിടെ ഇരിക്കുകയാണ്. അപ്പോഴൊക്കെ നേരം വെളുക്കാറായി. അതായത് തേഴ്സ്ഡേ നൈറ്റ് ഫ്രൈഡേ മോർണിംഗ് നേരം വെളുക്കാറായി. യാതൊരു ഹോപ്പുമില്ല, കുഞ്ഞിന് യാതൊരു റെസ്പോണ്ടുമില്ല. എല്ലാ ഓർഗൻസും ഫെയിലായി ആയ സിറ്റുവേഷനായി. അങ്ങനെ ഡോക്ടേഴ്സ് പറഞ്ഞു, ഹീസ് ഡൈയിങ്, അവൻ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയാണെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ ദൈവസന്നിധിയിൽ പൈതലിൻ്റെ അടുക്ക നിൽക്കുകയാണ്. അവൻ്റെ കരം പിടിച്ചുകൊണ്ട് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചു, കർത്താവേ, യഹോവ തന്നു, യഹോവ എടുത്തു, അവൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ പൈതലിനെ പ്രാർത്ഥിച്ച് യാത്ര അയക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു. ഇതൊക്കെ എങ്ങനെ സാധിച്ചു എന്ന് ഇപ്പോൾ എനിക്ക് ആ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ പോലും വയ്യ. അന്നേരം ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് യാതൊരു വിധത്തിലുള്ള പ്രയാസം ഞങ്ങൾക്കുണ്ടായിരുന്നു എങ്കിലും അതൊക്കെ സഹിക്കാനുള്ള ഒരു വലിയ ഒരു ദൈവിക കൃപ ഞങ്ങളുടെ മേൽ പകർന്നത് പ്രാർത്ഥനയുടെ ഫലമാണെന്ന് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. കാരണം
അനേകരെ അവിടങ്ങളിലായിട്ട് ഞങ്ങൾക്ക് വേണ്ടി ഈ വിവരം അറിഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവമായ കർത്താവ് ഒരു വലിയ കൃപ കൊണ്ട് നമ്മളെ നിറയ്ക്കും. ഏത് പ്രതികൂലമാണെങ്കിലും തരണം ചെയ്യാൻ നമ്മൾക്ക് പ്രയാസമെന്ന് തോന്നിയാലും അത് തരണം ചെയ്തു പോകാനുള്ള കഴിവ് ആ കൃപ ദൈവം നമുക്ക് തരും. അത് ഞങ്ങളുടെ ജീവിതത്തിൽ നല്ലതുപോലെ രുചിച്ചറിഞ്ഞു. അങ്ങനെ അവിടെ വെച്ച് രാവിലെ 8 മണിയായപ്പോൾ കുഞ്ഞ് ദൈവസന്നിധിയിൽ ചേർക്കപ്പെട്ടു. അത് കഴിഞ്ഞ് ഫ്രൈഡേ ആണ്. അത് കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, ഒരു മരണം നടന്നാൽ പിന്നെ അതിൻ്റെ പുറകാലെ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാം ചെയ്യുവാനും പോകുവാനും ഒക്കെ ദൈവമായ കർത്താവ് കൃപ ചെയ്തു. ഫ്യൂണറൽ ഹോമിലും അതിനുള്ള സ്ഥലവും എല്ലാം അറേഞ്ച് ചെയ്തു. ഞായറാഴ്ച, വെള്ളി കഴിഞ്ഞു, ശനി, ഞായറാഴ്ച വൈകിട്ട് ഞങ്ങളുടെ ചർച്ചിൽ വെച്ച് തന്നെ മകൻ്റെ വ്യൂയിങ് നടന്നു. തിങ്കളാഴ്ച രാവിലെ ഫ്യൂണറലും നടന്നു. അങ്ങനെ ദൈവസന്നിധിയിൽ ഞങ്ങളുടെ രണ്ടാമത്തെ മകന് 11 വയസ്സുള്ളപ്പോൾ, ജെയിംസ് എന്നാണ് അവൻ്റെ പേര്, ഞങ്ങൾ യാത്ര അയച്ചു. എന്നാൽ ഇനിയും ഞാൻ പറയാൻ വരുന്നത് സ്കൂളിൽ എന്തുവാണ് നടന്നതെന്നുള്ളതാണ്. ഞങ്ങൾ സ്കൂളിൽ വിട്ടു. അവരെ സ്കൂളുകാര് വെളിയിലെങ്ങും കൊണ്ടുപോയതല്ല, ഇൻസൈഡ് പൂളാണ്, സ്വിമ്മിങ് പൂള്, സ്കൂളിനകത്തുള്ള പൂളാണ്. കാരണം നവംബർ മാസം നല്ല തണുപ്പുള്ള സമയമാണ്. അവരെ 10-50 കുഞ്ഞുങ്ങളെ ഒന്നിച്ച് സ്വിമ്മിങ് പൂളിൽ ഇറക്കി. സ്വിമ്മിങ് അറിയാവുന്നവരും അറിയാൻ വയ്യാത്തവരും എല്ലാം ഉണ്ടായിരുന്നു. 2 ടീച്ചേഴ്സാണ് വാച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഒരു ലേഡി ടീച്ചറും ഒരു മെയിൽ ടീച്ചറും. അങ്ങനെ 10-50 കുഞ്ഞുങ്ങൾ ഒന്നിച്ച് ഒരു വലിയ സ്വിമ്മിംഗ് പൂളിൽ നീന്തുന്നു അല്ലെങ്കിൽ കളിക്കുന്നു. അതിനിടയിൽ ഒരു കുഞ്ഞിന് ഈ നിന്ന ടീച്ചേഴ്സ് അത്ര കെയറായിട്ട് നോക്കിയില്ല. അവരുടെ ലേസിനെസ് ആണെന്ന് ഉള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഇങ്ങനെ നീന്തുന്നതിനിടയിൽ അവൻ എങ്ങനെയോ ഡ്രൗണായി. അപ്പോൾ ഒരു പെങ്കൊച്ച് ഓടി വന്ന് ടീച്ചറിനോട് പറഞ്ഞു, ഒരു ജെയിംസ് ഇങ്ങനെ പൂളിനടിയിൽ കിടക്കുന്നു, അവൻ അനങ്ങുന്നില്ല എന്ന് പറഞ്ഞ് ഈ നിന്ന ടീച്ചറിനോട് വന്നു പറഞ്ഞ അതായത് അവൾ നീന്തി കയറി വന്ന് പറയുകയാണ്. എന്നിട്ട് ഉടനെ ആ ടീച്ചർ പറഞ്ഞു, അല്ല, അവൻ ആക്ട് ചെയ്ത് കിടക്കുമായിരിക്കും, നീ പോയി ഒന്നുകൂടെ നോക്കി അവനെ ഒന്നുകൂടെ കൊട്ടി ഉണർത്തി നോക്ക്, അവൻ ആക്ട് ചെയ്യുമായിരിക്കും എന്ന് പറഞ്ഞു. ആ പെങ്കൊച്ച് അത് ശരിയാന്ന് വിചാരിച്ച് പിന്നെയും പോയി ആ കുഞ്ഞിനെ ഇങ്ങനെ ഉണർത്തി തട്ടി നോക്കിയപ്പോൾ യാതൊരു അനക്കവുമില്ല. കൊച്ചോടി പിന്നെ ടീച്ചറിൻ്റെ അടുക്ക വന്നു. അപ്പോഴത്തേക്കിന് നമുക്ക് ചിന്തിക്കാനുള്ളതേ ഉള്ളൂ, ആ ക്രൂഷ്യൽ ടൈമാണ്. ഓക്സിജൻ ബ്രെയിനിൽ കിട്ടാതെ മിനിറ്റുകൾ, ഓരോ സെക്കൻഡിനും വിലയുള്ളതായ മിനിറ്റുകളാണല്ലോ അന്നേരം. ആ ടീച്ചർ ആദ്യമേ ഓടിപ്പോയായിരുന്നെങ്കിൽ ഒന്നുകൂടെ ടൈം സേവ് ചെയ്യാമായിരുന്നു. എന്നാൽ 2 പ്രാവശ്യം ഈ കൊച്ചിനെ വിട്ട് അനക്കമില്ലെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടാണ് ഈ ടീച്ചേഴ്സ് 2ഉം കൂടെ എടുത്ത് ചാടി വെള്ളത്തിൽ ചെന്ന് കുഞ്ഞിനെ എടുത്ത് കരയ്ക്ക് കൊണ്ടുവന്ന് CPR ഒക്കെ കൊടുത്ത് എമർജൻസി വിളിച്ച് അങ്ങനെയാണ് കുഞ്ഞിനെ ഹോസ്പിറ്റലിൽ അവരെത്തിച്ചത്. അത് കഴിഞ്ഞാണ് ഞങ്ങളെ ഡ്യൂറിങ് ദ ടൈമാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ അതാണ് ആക്ച്വലി സ്കൂളിൽ സംഭവിച്ചത്. ഇത് ഇൻസൈഡ് ദ സ്കൂളാണ്, അണ്ടർ ദ സൂപ്പർവിഷൻ ഓഫ് 2 ടീച്ചേഴ്സിൻ്റെ സൂപ്പർവിഷനിൽ നടന്ന കാര്യമാണ്. അവരുടെ വലിയ മിസ്റ്റേക്ക് കൊണ്ട് സംഭവിച്ചതായ കാര്യമാണ്. എന്നാൽ ഇതൊക്കെ, ഈ സംഭവങ്ങളൊക്കെ സഹിക്കാനുള്ള ഒരു ദൈവകൃപ ദൈവം ഞങ്ങൾക്ക് തന്നു. പൗലോസിനോട് പറഞ്ഞതുപോലെ, എൻ്റെ കൃപ നിനക്ക് മതി, എൻ്റെ ശക്തി ബലഹീനതയിൽ തികഞ്ഞു വരുന്നു എന്ന് പറഞ്ഞതുപോലെ ഞങ്ങൾക്കും ഈ സമയമെല്ലാം ഒരു പ്രത്യേക ദൈവകൃപ ഉണ്ടായിരുന്നു എന്ന് പറയാതിരിക്കാൻ ഒട്ടും നിവർത്തിയില്ല. ദൈവത്തിന് സ്തോത്രം. അത് കഴിഞ്ഞ് ഈ സ്കൂളിൽ ഈ ടീച്ചേഴ്സിനെ, ഈ 2 ടീച്ചേഴ്സിനെയും അവരെ സസ്പെൻഡ് ചെയ്ത് കഴിഞ്ഞ് ഇവർ 2ഉം മെൻ്റലിയും ഫിസിക്കലിയും എല്ലാം അങ്ങ് ഡിസേബിളായി. പിന്നെ അവർക്ക് ജോലിക്ക് വരാൻ വയ്യാത്തതുപോലെയും
ഇമോഷണലായിട്ടും ഒക്കെ പല പ്രോബ്ലംസ് അവരുടെ ജീവിതത്തിൽ ഉണ്ടായി എന്ന് ഞങ്ങൾ കേട്ടപ്പോൾ ഞങ്ങൾ പ്രിൻസിപ്പലിനോട് പറഞ്ഞു, ഞങ്ങൾ ഈ ടീച്ചേഴ്സിനോടൊന്ന് ടോക്ക് ചെയ്യാം. ഞങ്ങൾ ടോക്ക് ചെയ്യുമ്പോൾ ഒരു പക്ഷെങ്കിൽ അവർ ബാക്ക് ടു നോർമൽ ലൈഫിലാകുമായിരിക്കും എന്ന് പറഞ്ഞ് ഞങ്ങൾ വിളിച്ചനൊക്കെ അവര് ഈ ടീച്ചേഴ്സിനെ ഞങ്ങളോട് ടോക്ക് ചെയ്യാനോ ഞങ്ങളുടെ ഭവനത്തിൽ വരുവാനോ ഒന്നും സമ്മതിച്ചില്ല. കാരണം സ്കൂളിൻ്റെ നിയമവും ലോയറും ഒക്കെ അവർക്കുണ്ടല്ലോ. ഞങ്ങൾ എങ്ങനെയുള്ള ആൾക്കാരാണെന്ന് സ്കൂളുകാർക്ക് ശരിക്കും അറിയത്തില്ലല്ലോ. നമ്മുടെ വീട്ടിൽ ഒരാൾ വരുമ്പോൾ നമ്മൾ ദേഷ്യപ്പെട്ട് എന്തെങ്കിലും ചെയ്യുമോ എന്നൊക്കെയുള്ള പേടി അവർക്കുള്ളത് കൊണ്ട് അവരുടെ ലോയർ അവരെ വരാൻ സമ്മതിച്ചില്ല. അത് കഴിഞ്ഞ് ഞങ്ങൾ പിന്നെയും ഇവരോട് പറഞ്ഞു, ഞങ്ങൾ അവരോട് ടോക്ക് ചെയ്യാൻ. ഞങ്ങൾ ടോക്ക് ചെയ്യുമ്പോൾ അവർ നോർമലാകും, അവർക്ക് സമാധാനം ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞപ്പോൾ അവരെ ലാസ്റ്റിൽ അത് സമ്മതിച്ചു. എന്നിട്ട് അവരെ സ്കൂളിൻ്റെ പ്രിൻസിപ്പള്, സൂപ്രണ്ടൻ്റ്, കൗൺസിലറ്, ബോർഡ് മെമ്പേഴ്സ്, ഈ ടീച്ചേഴ്സ് ഇവരെല്ലാം കൂടെ ഒരു ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഉച്ചയായപ്പോൾ വന്നു. ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും ഇരുന്ന് സംസാരിച്ചു. ഞാൻ അവർക്ക് കോഫിയൊക്കെ ഉണ്ടാക്കി കൊടുത്തു. ഇങ്ങനെ അവർ സംസാരിച്ചു കൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അവർ തന്നെ സമ്മതിച്ചു, അവരുടെ കുറ്റമാണെന്ന് അവർ സമ്മതിച്ചു, ടീച്ചേഴ്സിൻ്റെ മിസ്റ്റേക്ക് ആണെന്ന് സമ്മതിച്ചു. ആ മനുഷ്യൻ തന്നെ കെട്ടിപ്പിടിച്ച് വളരെയധികം കരയുകയും ഒക്കെ ചെയ്ത് ഞാൻ ഇപ്പോഴും അതെല്ലാം നല്ലതുപോലെ ഓർക്കുന്നുണ്ട്. എന്നാൽ അവിടെ സംഭവിച്ചത്, ഈ സൂപ്രണ്ടൻ്റ്, സ്കൂൾ പ്രിൻസിപ്പള് ഇവർ രണ്ടും കൂടെ ഒരു ഫോം കൊണ്ടുവന്ന് ഞങ്ങളുടെ ഡൈനിങ് ടേബിളിൽ വെച്ചിട്ട് ഞങ്ങളോട് രണ്ടിനോടും പറഞ്ഞു, നിങ്ങൾ ഇതിൽ സൈൻ ചെയ്ത് മാത്രം തന്നാൽ മതി. അതായത് നമ്മൾ കേസ് കൊടുക്കുക അല്ലെങ്കിൽ സ്കൂൾ ഡിസ്ട്രിക്റ്റിനെ സൂ ചെയ്യുക എന്നുള്ള അർത്ഥം. നിങ്ങളിത് സൈൻ ചെയ്ത് തന്നാൽ മതി, വേറെ യാതൊന്നും നിങ്ങൾ ചെയ്യണ്ട. എവറിഥിങ് എൽസ് വിൽ ബി ടേക്കൺ കെയർ ആഫ്റ്റർ ദാറ്റ്, യു ഡോണ്ട് ഹാവ് ടു വറി എന്ന് പറഞ്ഞു. എന്നോട് പ്രത്യേകം അവർ പറഞ്ഞു, നീ ഇനിയും ജോലിക്ക് പോകണ്ട, ബാക്കി 2 കുഞ്ഞുങ്ങളുണ്ടല്ലോ, ആ 2 കുഞ്ഞുങ്ങളെ നോക്കിക്കൊണ്ട് വീട്ടിൽ ഇരുന്നാൽ മതി, ഇനിയും ജോലിക്ക് പോകണ്ട, യു ടേക്ക് കെയർ ഓഫ് ദം. സ്കൂൾ ഡിസ്ട്രിക്ട് ഹാസ് പ്ലെൻറ്റി ഓഫ് മണി. ഇൻഷുറൻസ് എല്ലാ മാസവും ഇൻഷുറൻസ് നല്ലൊരു തുക അവർ ഇതിന് കൊടുക്കുന്നതാണ്. ഇങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസിനാണ് അത് കൊടുക്കുന്നത്. സോ യു വിൽ ഗെറ്റ്, ഒരു പക്ഷെങ്കിൽ $millions ക്ലെയിം ചെയ്ത് വാങ്ങിക്കാവുന്ന ഒരു സിറ്റുവേഷനാണ് ഞങ്ങളുടെ മുമ്പിൽ വന്നത്. എന്നാൽ ഞങ്ങൾക്ക് അതിനെക്കുറിച്ച് 2 പ്രാവശ്യം ചിന്തിക്കേണ്ട യാതൊരു കാര്യം പോലും വന്നില്ല. അത്ര ദൃഢമായിട്ട് നിശ്ചയമായിട്ട് ഞങ്ങൾക്കറിയായിരുന്നു, ഞങ്ങൾ ഈ സ്കൂളിനെയും ഡിസ്ട്രിക്റ്റിനെയും ടീച്ചേഴ്സിനെയും ഒന്നിനെയും സൂ ചെയ്യാൻ പോകുന്നില്ല. ഞാൻ ടീച്ചേഴ്സ് എന്നോട് ജോലി ചെയ്യണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞങ്ങളുടെ മകന് വേണ്ടി സൂ ചെയ്ത് കിട്ടുന്ന പൈസ കൊടുത്ത് 1 ഗാലൻ പാല് വാങ്ങിച്ചുകൊണ്ട് വന്ന് എനിക്ക് ഉപയോഗിക്കാനൊക്കത്തില്ല. ഇങ്ങനെ ഡൈനിങ് ടേബിളിൻ്റെ ചുറ്റും അവരിയ്ക്കുമ്പോഴാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് അങ്ങനെ ഉപയോഗിക്കാനൊക്കത്തില്ല. ഞാൻ ജോലിക്ക് പോയി എനിക്ക് കിട്ടുന്ന പേച്ചക്കെന്ന് പൈസ എടുത്ത് ഒരു പാല് വാങ്ങിച്ചാൽ അതും കൊണ്ട് എനിക്ക് ഒരു ചായ അനത്തി കുടിക്കാനൊക്കും. അല്ലാതെ സൂ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ട് ഒരിക്കലും ഞങ്ങൾ അതിന് വില്ലിങ് അല്ല, ചെയ്യത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ അവർ ലാസ്റ്റിൽ ഞങ്ങളോട് പറഞ്ഞത്, വി കനോട്ട് ഡു എനിത്തിങ് അൺലെസ് യു സൈൻ ദിസ് പേപ്പർ, ബിക്കോസ് യു ഹാവ് ടു സൈൻ ദ പേപ്പർ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ചെയ്യത്തില്ല എന്ന് പറഞ്ഞു. ദൈവത്തിൻ്റെ വലിയ കൃപയാൽ ആരോടും ആലോചനയോ ഒന്നും ഞങ്ങൾക്ക് ചോദിക്കേണ്ടതായിട്ട് വന്നില്ല. ഞങ്ങൾ സൂ ചെയ്തില്ല. ദൈവം സഹായിച്ച് അത് കഴിഞ്ഞ് ഞാൻ ജോലി ചെയ്യണ്ടെന്ന് അവർ പറഞ്ഞു. എന്നാൽ അത് കഴിഞ്ഞ് 24 വർഷം കൂടെ ഞാൻ ജോലി ചെയ്തതിന് ശേഷമാണ് ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് പെന്നിൽ നിന്ന് റിട്ടയർ ആകുന്നത്. ഇത്രത്തോളം ദൈവം ഞങ്ങളെ സഹായിച്ചു. ഇതെല്ലാം ദൈവഹിതപ്രകാരമാണ് സംഭവിച്ചതെന്ന് പിന്നീട് ഞങ്ങൾ തിരിഞ്ഞു നോക്കിയപ്പോൾ പല കാര്യങ്ങളിൽ കൂടെ ഞങ്ങൾക്ക് മനസ്സിലാകാനിടയായി. കാരണം അബദ്ധം പറ്റി, ടീച്ചേഴ്സിൻ്റെ മിസ്റ്റേക്ക് എന്നൊക്കെ നമ്മൾ ബ്ലെയിം ചെയ്തെങ്കിലും ഇതിൻ്റെ എല്ലാം പുറകിൽ ഒരു 1.5 മാസം കൊണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ പക്ഷെങ്കിൽ അത് റിയലൈസ് ചെയ്തില്ല. ഞങ്ങളുടെ പൈതലിൻ്റെയും ജീവിതത്തിൽ
ചില വ്യത്യാസങ്ങൾ അവനിൽ നിന്ന് ഉണ്ടായത് പിന്നീട് ചിന്തിച്ച് മനസ്സിലാക്കാൻ ഞങ്ങൾക്കിടയായി തീർന്നു. അതിൽ ഒന്നാമത്തെ കാര്യമെന്ന് പറയുന്നത്, ഞങ്ങൾ സഭയിൽ ഈ വിസിറ്റിങ്ങിന് പോകുന്ന പതിവുണ്ട്. സാധാരണ വിസിറ്റിങ്ങിന് പോകുമ്പോൾ അവൻ വരാറില്ല. എന്നാൽ ആ ഒരു മാസത്തിനിടയിൽ മിക്കവാറും എല്ലാ ഭവനങ്ങളിലും വിസിറ്റ് ചെയ്യാൻ പോകുമ്പോൾ ഞങ്ങളുടെ പൈതൽ കൂടെ വരുമായിരുന്നു. അങ്ങനെ വീടുകളിലൊക്കെ പോയി അവരുമായിട്ട് എൻജോയ് ചെയ്ത് കണ്ട് അവൻ്റെ പ്രായത്തിലുള്ള പിള്ളേരുമായിട്ടൊക്കെ കളിച്ച് ചരിച്ച് അത് പിന്നെ ഞങ്ങൾ വിചാരിക്കുന്നു, ഇത് അവനൊരു യാത്ര ചോദിക്കാനാണോ ഈ വീടുകളിലൊക്കെ പോയതെന്നിങ്ങനെ ഞങ്ങൾ അതിനെക്കുറിച്ച് ചിന്തിക്കാനിടയായി. അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, അവന് ഡ്രമ്മ് അടിക്കാൻ നല്ല മിടുക്കനായിരുന്നു. ഡ്രമ്മ് പഠിക്കാനായിട്ട് എല്ലാ സാറ്റർഡേ മോർണിംഗിൽ മോനെയും കൊണ്ട് പോകുന്ന പതിവ് എനിക്കുണ്ടായിരുന്നു. അപ്പം ടുവേഴ്സ് ദി എൻ്റെ ഈ മരണത്തോടടുക്കത്തെ 2-3 ആഴ്ചയായപ്പോൾ എന്നോട് പറയും, മമ്മി ഇനി ഞാൻ വരുന്നില്ല, ഇനി ഞാൻ ഡ്രമ്മ് പഠിക്കുന്നില്ല, ഞാൻ ചർച്ചിൽ ഡ്രം അടിക്കത്തില്ല, പിന്നെന്തിനാ ഞാൻ പഠിക്കുന്നേ, വെറുതെ പൈസ വേസ്റ്റ് ചെയ്യണ്ട, ആ മണി കൊടുത്ത് എനിക്ക് ഹാംബർഗർ വാങ്ങിച്ചു തന്നാൽ മതി. ഇങ്ങനെയൊക്കെ 2-3 ആഴ്ച കൊണ്ട് പറഞ്ഞ് ഈ ക്ലാസ്സിന് പോകാൻ ഒത്തിരി മടി കാണിക്കുമായിരുന്നു. ഞാൻ അങ്ങനെ വഴക്ക് പറഞ്ഞ് ഒക്കത്തില്ല, പഠിച്ചേ വെക്കുമെന്ന് പറഞ്ഞ് പിന്നെയും അവനെ കൊണ്ടുപോയി പഠിപ്പിക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെ ആയിരുന്നു ആ ഒരു മാസം. അതും കഴിഞ്ഞിട്ട് ഒരു പ്രാവശ്യം സ്കൂളിൽ നിന്നൊരു ഗിഫ്റ്റ് ഫാദറിനും മദറിനും അവരുടെ ക്രാഫ്റ്റ് ക്ലാസ്സിൽ വല്ലതും ഉണ്ടാക്കിയതാണ്. എനിക്ക് ഒരു ചെറിയ പാത്രം പോലെ ഒരു സാധനം ഉണ്ടാക്കിക്കൊണ്ട് വന്നു. എന്നിട്ട് പപ്പായ്ക്ക് കൊടുത്തത് ഒരു ലെറ്റർ ഓപ്പണറാണ്. അതിൻ്റെ ഉപയോഗം പിന്നെ വന്നത് ഞാൻ പുറകാലെ പറയാം. അങ്ങനെ ഞങ്ങൾക്ക് 2 പേർക്കും ഓരോ ഗിഫ്റ്റും കൊണ്ടു തന്നു. അടുത്ത ഒരു കാര്യമെന്ന് പറഞ്ഞാൽ, വ്യാഴാഴ്ചയാണ് ഈ സ്കൂളിൽ ആക്സിഡൻ്റ് ഉണ്ടാകുന്നത്. ആ തിങ്കളാഴ്ച കുഞ്ഞിനൊരു ഡോക്ടേഴ്സ് അപ്പോയിൻമെൻ്റ് ഉണ്ടായിരുന്നു. ഞാൻ അവനെയും കൊണ്ട് ഡോക്ടേഴ്സ് അപ്പോയിൻമെൻറ്റ് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്നോട് പറഞ്ഞു, മമ്മി എനിക്ക് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു ബർലിംഗ്ടൺ കോട്ട് ഫാക്ടറി ഉണ്ട്, ഇപ്പോഴും ഉണ്ട്, മമ്മി എനിക്ക് അവിടെ കയറി ഒരു സൂട്ട് വാങ്ങിച്ചു തരണം, സൺഡേയിൽ എനിക്ക് ആ സൂട്ട് ഇടണം, അതിട്ടുകൊണ്ടാ ചർച്ചിൽ പോകുന്നത് സൺഡേയിൽ. ഞാൻ അന്നേരം പറഞ്ഞു, ഇപ്പം സൂട്ട് എന്തിനാ, നമ്മൾ നിനക്ക് ഇഷ്ടം പോലെ ഉണ്ടല്ലോ, ഇപ്പം വേണ്ട എന്നൊക്കെ പറഞ്ഞനൊക്കെ ഒന്നും സമ്മതിക്കാതെ അവനൊരു ഇച്ചിരി ഇങ്ങനെ ഒരു കുസൃതി ടൈപ്പ് കൂടാണ്. അപ്പം വേണമെന്ന് പറഞ്ഞ് നിർബന്ധം പിടിച്ചാൽ പിന്നെ വാങ്ങിച്ച് കൊടുത്തെങ്കിലേ ചിലതൊക്കെ അടങ്ങത്തുള്ളൂ. എന്നാൽ അങ്ങനെ ഈ കടയുടെ മുമ്പിൽ വന്നപ്പോൾ, ബർലിംഗ്ടൺ കോട്ട് ഫാക്ടറിയുടെ മുമ്പിൽ വന്നപ്പോൾ ഞങ്ങൾ അവിടെ കയറി ഒരു സൂട്ട് അവന് വേണ്ടി വാങ്ങിച്ചു. അവൻ തന്നെ അത് ഇട്ട് ഫിറ്റിംഗ് റൂമിൽ പോയി ഇട്ടിട്ട് ഇറങ്ങി വന്ന് എന്നെ കാണിച്ചു. ഞാൻ അപ്പം അത് ഫിറ്റായിട്ട് കിടക്കുക. അന്ന് ഞാൻ പറഞ്ഞു, ഇച്ചിരുടെ ഇതിൻ്റെ മറ്റേ വലിയ സൈസ് എടുക്കുക, ഇത് ഇച്ചിരി ചെറുതാ, 6 മാസം കഴിഞ്ഞ് ഇടാനൊക്കത്തില്ലെന്ന് പറഞ്ഞു. ഉടനെ പൈതൽ എന്നോട് പറഞ്ഞു, ഐ വാണ്ട് സംതിങ് ദാറ്റ് ഫിറ്റ്സ് മീ നൗ മമ്മി, നോട്ട് ഫോർ ആഫ്റ്റർ 6 months. ഇപ്പം ഇടാൻ, ഇപ്പം ഫിറ്റായിട്ടുള്ളത് മതിയെന്ന് പറഞ്ഞു. അതും അവൻ്റെ നിർബന്ധം അനുസരിച്ച് അങ്ങനെ തന്നെ സാധിച്ചു. സൂട്ടും ഒരു ഷർട്ടും ഒരു ടൈയും ഒക്കെ അവിടെ വെച്ച് വാങ്ങിച്ചിട്ട് സോക്സും വാങ്ങിക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞു, വേണ്ട, വീട്ടിൽ പുതിയ സോക്സുകൾ ഇരിപ്പുണ്ട് എന്ന് പറഞ്ഞ് ഇത്രയും സാധനം വാങ്ങിച്ചും കൊണ്ട് പൈതലും ഞാനും കൂടെ വീട്ടിൽ വന്ന് അവൻ്റെ ബെഡേൽ അതിങ്ങനെ വിരിച്ച് ഇങ്ങനെ ഇട്ട് ടൈയും ഒക്കെ വെച്ച് എന്നോട് ചോദിച്ചു, ഇസ് ഇറ്റ് മാച്ചിങ് മമ്മി എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എല്ലാം മാച്ചിങ്, ഞാൻ കൊണ്ട് ക്ലോസറ്റ് ഇട്ടായിരുന്നു, നമുക്ക് എടുക്കാം, പിന്നെ എടുത്താൽ മതിയല്ലോ എന്ന് പറഞ്ഞു. അതൊരു പ്രത്യേക സംഭവമായിട്ട് തീർന്നെന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. കാരണം ഒരു കാരണവശാലും അന്നേരം പോയി സൂട്ട് വാങ്ങിക്കാനും ഒന്നും ഒരു പ്ലാനും ഇല്ലാതിരുന്നിടത്താണ് ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. പിന്നെ വേറൊരു സംഭവം ഉണ്ടായതെന്ന് പറഞ്ഞാൽ, ഫ്യൂണറലെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിൽ വന്നു. ഫ്യൂണറൽ കഴിഞ്ഞിട്ടല്ല, ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ വന്നു. അന്ന് വൈകിട്ട് വീട്ടിൽ പ്രാർത്ഥന നടക്കുന്നു. എന്നാൽ ബേസ്മെൻ്റ് എല്ലാം ഒന്ന് ക്ലീൻ ആക്കാമെന്ന് വിചാരിച്ച് ബേസ്മെൻറ്റിൽ ചെന്നപ്പോൾ അവൻ പ്ലേ ചെയ്യുന്ന ഡ്രമ്മിൻ്റെ പുറത്ത് അവൻ്റെ ഒരു പാട്ട് എഴുതി, ഐ വിൽ എൻ്റർ ഹിസ് ഗേറ്റ്സ് വിത്ത് താങ്ക്സ് ഗിവിങ് എന്നെഴുതി 4 സിഗ്നേച്ചർ
രണ്ടെണ്ണം വലുതായിട്ട് ജെയിംസ് ഡാനിയൽ, ജെയിംസ് ഡാനിയൽ. അതിൻ്റെ താഴെ 2 ചെറുതായിട്ട് ജെയിംസ് ഡാനിയൽ, ജെയിംസ് ഡാനിയൽ. അന്നേരം ഞങ്ങളത് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ട് പറഞ്ഞു, വലുത് 2ഉം പപ്പായ്ക്കും മമ്മിക്കും, ചെറുത് 2ഉം സിബ്ലിങ്സിനുമാ. അങ്ങനെ 4 സിഗ്നേച്ചറും ഇട്ട് ഈ പാട്ട് ഡ്രമ്മിൻ്റെ പുറത്ത് ഇങ്ങനെ വെച്ചിരിക്കുന്നു. പിന്നെ അതും കൂടാതെ ഈ സാംസ് 23 ടൈപ്പ് ചെയ്ത് ഒരുപാട് ഷീറ്റുകൾ ഇങ്ങനെ ടൈപ്പ് ചെയ്ത് ഗോഡ് ഈസ് മൈ ഷെപ്പേർഡ്, ഐ ഷാൽ നോട്ട് വാണ്ട് എന്നുള്ള ആ വാക്യങ്ങൾ മൊത്തം ടൈപ്പ് ചെയ്ത് ഇങ്ങനെ ഫയൽ ചെയ്ത് ഡ്രമ്മിൻ്റെ പുറത്ത് വെച്ചിരിക്കുക. ഇതെല്ലാം ഈ 1 മാസത്തിനകം ഞങ്ങളുടെ പൈതലിൻ്റെ ജീവിതത്തിൽ ഉണ്ടായതാണ്. പക്ഷെ ഞങ്ങൾ ഇതൊന്നും മനസ്സിലാക്കിയുമില്ല, അറിഞ്ഞുമില്ല, എല്ലാം നോർമലായിട്ട് എടുത്തു. ഈ സംഭവങ്ങളെല്ലാം കഴിഞ്ഞപ്പോൾ ഇങ്ങനെയൊക്കെയാണല്ലോ ഇതെല്ലാം ഉണ്ടായത്. ഇത് അവൻ ദൈവസന്നിധിയിലേക്ക് പോകാൻ റെഡിയായി ഇരുന്നതാണല്ലോ എന്ന് ചിന്തിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അപ്പോൾ അതുകൊണ്ടൊക്കെ ഞങ്ങൾക്കൊരു ഇത് ദൈവഹിതപ്രകാരമാണ് ഈ കാര്യങ്ങളൊക്കെ നടന്നതെന്നുള്ള ഒരു ചിന്തയും ദൈവത്തെ കൂടുതൽ സ്തുതിക്കുവാനും ദൈവം ഞങ്ങൾക്കിടയാക്കി. അങ്ങനെ ഞങ്ങളുടെ ഈ സാക്ഷ്യം ഒരു ട്രാക്റ്റായിട്ട് ഞങ്ങൾ ആദ്യം, കാരണം പലർക്കും ഞങ്ങൾ എന്തുകൊണ്ട് സൂ ചെയ്തില്ല, ഇതെന്തുവാ സംഭവിച്ചത് എന്നൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ആ സാക്ഷ്യമൊക്കെ ഒരു ട്രാക്റ്റായിട്ട് എഴുതി നാട്ടിൽ ചെന്നാണ് അത് ചെയ്തത്. ഇവിടെ ട്രാക്റ്റ് ഉണ്ടാക്കി നാട്ടിൽ പോയി പല 5 ലാംഗ്വേജസിൽ അത് നാട്ടിൽ വെച്ച് ട്രാക്റ്റ് ആക്കി. മലയാളം, ഇംഗ്ലീഷ്, വേറെ 3 ലാംഗ്വേജ് കൂടെ. കാരണം അവിടെയൊക്കെയുള്ള ദേവദാസന്മാർ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. പിന്നെ ഞങ്ങൾ ചെയ്തത് മലയാള മനോരമ പത്രത്തിൻ്റെ 5 എഡിഷനിലും ഇത് ഇടുകയും ഗൾഫ് എഡിഷനിൽ പ്രത്യേകാല് ഇട്ടു. അങ്ങനെ ഞങ്ങളുടെ ടെസ്റ്റിമണി എല്ലായിടത്തും ഞങ്ങളിത് ചെയ്തു. ഈ രാജ്യത്തും ഇവിടെയുള്ള ഇംഗ്ലീഷ് പേപ്പറിൽ അത് പരസ്യം ചെയ്തു. അന്നിതൊരു സ്കൂളിൻ്റെ സംഭവം ഒരു ഭയങ്കര വിഷയമായിരുന്നു. എല്ലാ ദിവസത്തെയും പേപ്പറിനകത്ത് മോൻ്റെ പടവും സ്കൂളിൽ എന്തുവാ സംഭവിച്ചതെന്നും ഇങ്ങനെ അവർ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടേയിരുന്നു പല ദിവസങ്ങൾ. അങ്ങനെ ഞങ്ങൾ അതിൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ അറിയിക്കാനും ഒക്കെ ദൈവം ഇടയാക്കി. അതിൻ്റെയൊക്കെ കോപ്പീസും പേപ്പേഴ്സൊക്കെ ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ ഇരിപ്പുണ്ട്. എന്നാൽ ഈ ട്രാക്റ്റ് നാട്ടിലും ഈ മലയാള മനോരമയിലൊക്കെ ഇട്ട് കഴിഞ്ഞപ്പോൾ വിശ്വസിക്കാൻ കഴിയാത്തതുപോലെയുള്ള റെസ്പോൺസാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. 2000 കൂടുതൽ ലെറ്റേഴ്സ്, 2200 എന്ന് പാസ്റ്റർ പറഞ്ഞു, എണ്ണിയതാണ്. ഇപ്പോഴും ഞങ്ങളുടെ ഷെൽഫിൽ അതെല്ലാം ഇരിപ്പുണ്ട്. ഇത്രയും ലെറ്റേഴ്സ്, അതായത് ഈ ട്രാക്റ്റ് വായിച്ചതിൻ്റെ റെസ്പോൺസ് ഞങ്ങൾക്ക് ലഭിച്ചു എന്നുള്ളതാണ്. ആ ലെറ്റേഴ്സ് എല്ലാം തുറന്നത് ഞങ്ങളുടെ മകൻ പപ്പായ്ക്ക് കൊടുത്ത ആ ലെറ്റർ ഓപ്പണർ വെച്ചാണ്. ഞാൻ അന്നേരം വിചാരിച്ച് ഇത്രയും ലെറ്റേഴ്സ് ഓപ്പൺ ചെയ്യാനാണോ ഇവൻ നേരത്തെ ഇത് വാങ്ങിച്ച് പപ്പായ്ക്ക് ഗിഫ്റ്റായിട്ട് കൊടുത്തത്. എനിവേ അത് ഞങ്ങൾ ഇപ്പോഴും സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. ദൈവത്തിന് സ്തോത്രം. അങ്ങനെ ഈ ഗൾഫില് ഈ ഗൾഫ് എഡിഷനിൽ ഈ ടെസ്റ്റിമണി ഇട്ടപ്പോൾ അവിടെ ഒരു കുടുംബം സൂയിസൈഡ് ചെയ്യാനായിട്ട് അവർ തീരുമാനിച്ചിരിക്കുകയായിരുന്നു ഫൈനാൻഷ്യൽ പ്രോബ്ലം കൊണ്ട്. ആ മനുഷ്യന് ഒരു ഗാർഡനിൽ ഒരു ചെറിയ ജോലി മാത്രമേ ഉള്ളൂ. ഗാർഡനിൽ ഇങ്ങനെ വെള്ളം ഒഴിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ ഒരു പേപ്പർ, ഒരു കാറ്റും മഴയും ഉണ്ടാകാൻ തുടങ്ങിയ സമയത്ത് കാറ്റിൽ പറന്നൊരു പേപ്പർ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വീണു. അതെടുത്ത് വായിച്ച് നോക്കിയപ്പോൾ അത് ഞങ്ങൾ ഉണ്ടാക്കിയ ആ ട്രാക്റ്റ്, ഞങ്ങളുടെ ട്രാക്റ്റിൻ്റെ ഒരു കോപ്പിയാണിത്. 2 പുറവുമുണ്ട്, പടവും എല്ലാമായിട്ട്. അദ്ദേഹത്തിൻ്റെ മുമ്പിൽ വന്ന് വീണത് മലയാള മനോരമയിലെ ഒരു പേപ്പർ, ആ കട്ടിങ് ആണ്. അതെടുത്ത് വായിച്ചപ്പോൾ ഉടമസ്ഥൻ തിരിച്ചെടുത്ത ദാനം എന്നാണ് അതിൻ്റെ ഹെഡിങ്. ആ മനുഷ്യൻ അത് വായിച്ചിട്ട് ആ മനുഷ്യൻ മനസ്സിനകത്ത് വിചാരിച്ചു, ഇത്രയും പ്രയാസത്തിൽ കൂടി ഈ കുടുംബം കടന്നു പോയപ്പോൾ അവര് സൂയിസൈഡ് ചെയ്യുമോ
ഒന്നും ചെയ്തില്ല, അവരിപ്പോഴും സന്തോഷമായിട്ട് ജീവിക്കുന്നു, എനിക്കെന്തുകൊണ്ട് ജീവിച്ചുകൂടാ എന്ന് പറഞ്ഞ് ഈ ദൈവത്തെ ട്രാക്റ്റ് മൊത്തം വായിച്ചാൽ അവർ ദൈവത്തിൽ വിശ്വസിക്കത്തക്ക രീതിയിലാണ് അത് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ആ മനുഷ്യൻ ദൈവത്തിൽ വിശ്വസിക്കുകയും സൂയിസൈഡ് ചെയ്യാതെ ആ കുടുംബം രക്ഷപ്പെടുകയും ചെയ്യുവാനിടയായി. പലരുടെയും ജീവിത അനുഭവങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കുവാനായിട്ട് ദൈവമായ കർത്താവ് ഞങ്ങൾക്ക് സഹായിച്ചു. പലര് ദൈവത്തെ അറിയുവാനും പലര് ദൈവസഭയിൽ ചേർന്ന് ആരാധിക്കുന്നതായിട്ടും അവരുടെയൊക്കെ ലെറ്റേഴ്സ് പിന്നെ ഞങ്ങൾക്ക് ലഭിച്ചുകൊണ്ടേയിരുന്നു. ഞങ്ങളിങ്ങനെ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. കുറേ പേരെ ഫോളോ അപ്പ് ചെയ്തു. കാരണം ഇത്രയും കൂടുതലായപ്പം നമുക്ക് ചെയ്യാൻ ഒക്കാത്ത ഒരവസ്ഥയുണ്ടായി. എനിവേ അങ്ങനെ പൈതല് ഞങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടെങ്കിലും ദൈവരാജ്യത്തിൽ അനേക കുഞ്ഞുങ്ങളെ, അനേക ജീവിതങ്ങളെ കാണുവാനായിട്ട് ഞങ്ങൾക്ക് ദൈവം സഹായിച്ചു. എനിക്കറിയാം സമയം തീരുന്നുണ്ടെന്ന്. അങ്ങനെ അനേകർ രക്ഷിക്കപ്പെടുവാനായിട്ടൊക്കെ ദൈവം ഇടയാക്കിയത് ഇതുമൂലമാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതെല്ലാം ദൈവഹിതമാണെന്ന് പറയുകയും അതിന് വിപരീതമായി നാം പ്രവർത്തിക്കുകയും ചെയ്താൽ, യാക്കോബ് അപ്പോസ്തലൻ പറഞ്ഞതുപോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ്. ഞങ്ങൾ തന്നെ ഇതെല്ലാം ദൈവഹിതപ്രകാരം സംഭവിച്ചു എന്നും പറഞ്ഞ് എല്ലാം എണ്ണി വിശ്വസിച്ചിട്ട് സ്കൂളുകാരെയും ആ ടീച്ചേഴ്സിനെയും എല്ലാം കൂടെ സൂചി ചെയ്ത് കുറേ പൈസ കയ്യിൽ വാങ്ങിച്ച്, ഞാൻ പലപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാൻ ടെസ്റ്റ് മണി പറയുന്നിടത്തൊക്കെ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്ത് വാങ്ങിച്ചേച്ച് സ്റ്റേജിൽ കയറി നിന്ന് പിന്നെ പ്രസംഗിക്കുന്ന എന്തിനാ? ആരെ കേൾപ്പിക്കാനാ? എന്തുവാ പ്രസംഗിക്കുന്നത്? നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്യാനൊക്കാത്ത ഒരു കാര്യം നമ്മൾ ആദ്യം ചെയ്ത് കാണിക്കണം, നമ്മൾ വിശ്വസിക്കണം, എന്നിട്ട് നമ്മൾ പ്രസംഗിച്ചെങ്കിലേ അതിന് വിലയുള്ളൂ. അല്ലെങ്കിൽ ഈ വിശ്വാസികളുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്ന് എന്തോ പ്രസംഗിക്കാനാ? ഒരിക്കലുമില്ല. ജീവിതമില്ലെങ്കിൽ, നടപ്പില്ലെങ്കിൽ പിന്നെ നമ്മൾ പ്രസംഗിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. ആരും അത് ഒട്ടും അംഗീകരിക്കത്തുമില്ല. ആ ഒരു ചിന്ത എനിക്ക് എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. പിന്നെ വേറൊരു പാഠം അതിൽ നിന്ന് ദൈവം മനസ്സിലാക്കി തന്നത്, ഒരു മരണം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി മരണ വീട് എന്തുവാണെന്ന്. കാരണം ഞാനും വിചാരിച്ചു, ഇന്നടത്ത് ഇന്നാര് മരിച്ചു, അവിടെ പോവുക, പ്രാർത്ഥിക്കുക, അവരെ ആശ്വസിപ്പിക്കുക, ഫ്യൂണറലിന് പോവുക, എല്ലാം കഴിഞ്ഞു. അതേസമയം മരണത്തിൽ കൂടെ കടന്നു പോയപ്പോൾ, നമ്മുടെ ഒരു പൈതൽ മരിച്ചപ്പോൾ അതിൻ്റെ ഫീലിങ്സ് മനസ്സിലായി. മറ്റുള്ളവരുടെ ദുഃഖവും വിഷമവും ഒക്കെ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നമ്മളും കുറേയൊക്കെ അനുഭവിച്ചെങ്കിലേ അത് മനസ്സിലാകത്തുള്ളൂ. ദൈവം അതിനായിരിക്കും ഞങ്ങളെ ഈ ടെസ്റ്റിൽ കൂടൊക്കെ, പരിശോധനയിൽ കൂടെ ദൈവം വിട്ടത്. എന്നാൽ അതിൽ പരിശോധനയിൽ തോറ്റു പോകാതിരിക്കാൻ, ഇയ്യോബിനെ പോലെ തോറ്റു പോകാതിരിക്കാനായിട്ടുള്ള കൃപ ദൈവം തന്നു എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. പ്രത്യേകിച്ച് സഭയിലൊക്കെ പല കുടുംബങ്ങൾ പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിക്കുമ്പോൾ ഒരു പാസ്റ്ററും കുടുംബവും എന്നൊക്കെ പറയുന്നത്, അത് അവരോട് ചേർന്ന് നമ്മളും അത് അനുഭവിച്ചെങ്കിലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. നമ്മൾ അനുഭവിക്കണമെങ്കിൽ ആദ്യം നമ്മുടെ ജീവിതത്തിൽ അത് പ്രാക്ടിക്കലായിട്ട് ദൈവം അത് തരും. പലതും ഞങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്. ദൈവമക്കളെ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ പറയുന്നില്ല. എന്നാൽ സ്കൂളിലെ ഒരു കാര്യം കൂടെ പറഞ്ഞ് നിർത്തിക്കൊള്ളാം. ആ സ്കൂൾ ഡിസ്ട്രിക്റ്റിലുള്ള വേറൊരു സ്കൂളിൽ നിന്ന് പ്രിൻസിപ്പൾ ഞങ്ങളെ ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞ്, നിങ്ങൾ വന്ന് എന്നെ ഒന്ന് കാണണം, എനിക്ക് നിങ്ങളോടൊന്ന് ടോക്ക് ചെയ്യണം. ആ മനുഷ്യൻ, ഞങ്ങൾ അവിടെ ചെന്നു, അയാൾ ഞങ്ങളോട് ടോക്ക് ചെയ്തു. ആ മനുഷ്യൻ പറഞ്ഞു, ഇവിടുത്തുകാരനാ, ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ബൈബിളും കൊണ്ട് നടക്കുന്ന അനേകരെ കണ്ടിട്ടുണ്ട്, പുള്ളിയും ക്രിസ്ത്യാനിയാ, അനേകരെ കണ്ടിട്ടുണ്ട്, എന്നാൽ വചനം അനുസരിച്ച് ജീവിക്കുന്ന ദൈവം വചനം അനുസരിച്ച് ജീവിക്കുന്നവരെ കാണാൻ വലിയ പ്രയാസമാണ്. നിങ്ങൾ അങ്ങനെ ചെയ്തല്ലോ, നിങ്ങൾ ആ ടീച്ചേഴ്സിനോട് ക്ഷമിച്ചല്ലോ, അത് വളരെ നല്ലതായി, വളരെ നല്ല ഒരു എക്സാമ്പിളാണ് നിങ്ങൾ കാണിച്ചതെന്ന് ആ പ്രിൻസിപ്പള്, മറ്റൊരു സ്കൂളിലെ പ്രിൻസിപ്പൾ ഞങ്ങളോട് പറയുവാനായിട്ട് ഇടയായി. ഇപ്പോഴും ഈ ബെൻസേലം സ്കൂൾ ഡിസ്ട്രിക്റ്റ് ഞങ്ങളുടെ പേരോ ഞങ്ങളുടെ കുടുംബത്തിൻ്റെ പേരോ പറഞ്ഞാൽ പഴയ ആൾക്കാർക്കെല്ലാം ഞങ്ങളെ അറിയാം. അവരെല്ലാം പറയുന്നത്, ദൈവം നിങ്ങൾക്ക് അതിനുള്ള കൃപ തന്നല്ലോ, അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. നമ്മൾ എപ്പോഴും ഈ ഫ്യൂണറലും കാര്യങ്ങളും എല്ലാം നടന്നപ്പോഴും പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ സന്തോഷിപ്പിക്കുന്ന വാക്യങ്ങളൊക്കെ അന്നേരം തന്നുകൊണ്ടിരുന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നത്,
ലാസ്റ്റിൽ പെട്ടി അടച്ച് ഫ്യൂണറൽ ഇത് ചെയ്യാൻ നേരം ദൈവം എൻ്റെ ഹൃദയത്തിൽ തന്നത്, നീയോ ദാനിയേലേ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിങ്കിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റ് വരും. ഈ പ്രത്യാശ എൻ്റെ ഹൃദയത്തിൽ ഉണ്ടായിരുന്നത് കൊണ്ട് യാതൊരു രീതിയിലും വിഷമിക്കേണ്ടതായിട്ട് വന്നില്ല. വിഷമം ഞങ്ങൾക്കുണ്ട്, വേർപാടിൻ്റെ ദുഃഖവുമുണ്ട്, എന്നാൽ പ്രത്യാശ ഇല്ലാത്തവരെ പോലെയുള്ള ദുഃഖം ഞങ്ങൾക്കില്ല. ദൈവമായ കർത്താവ് ഞങ്ങളെ കുടുംബമായിട്ട് ഇത്രത്തോളം നടത്തി. 2 കുഞ്ഞുങ്ങളും അവരുടെ കുടുംബങ്ങളും സന്തോഷമായിട്ടിരിക്കുന്നു. ഞങ്ങളെ ഓർത്ത് വീണ്ടും പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു. ബാക്കി പാസ്റ്റർ. പ്രൈസ് ദി ലോർഡ്. ഞങ്ങളുടെ മകൻ ജെയിംസിന്റെ അപകട മരണത്തോട് ബന്ധപ്പെട്ട് ഞങ്ങളുടെ ചില അനുഭവങ്ങളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇത്ര വലിയ ആഘാതം ഏൽപ്പിച്ച സംഭവം ഉണ്ടായിട്ട് ഞങ്ങൾ എന്തുകൊണ്ട് സ്യൂ ചെയ്തില്ല? സ്യൂ ചെയ്യണമെന്ന് ഞങ്ങളോട് പറഞ്ഞവരുടെ അഡ്വൈസ് ഞങ്ങൾ കേൾക്കാതിരുന്നത് എന്താണ്? ഇതായിരുന്നു ഞങ്ങളുടെ നേരെയുള്ള പബ്ലിക്കിൻ്റെ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ മറുപടി ചുരുക്കി പറഞ്ഞാൽ, ഞങ്ങൾ അറിഞ്ഞിരുന്ന ദൈവവചനം ഞങ്ങളെ അതിന് അനുവദിച്ചില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഈ സംഭവം ഞങ്ങളുടെ ക്രിസ്തീയ ജീവിതത്തോടും ശുശ്രൂഷയോടുമുള്ള വെല്ലുവിളിയാണെന്ന് മനസ്സിലാക്കുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. ജയകരമായ ക്രിസ്തീയ ജീവിതം നയിച്ച് ശുശ്രൂഷയിൽ ഫലം കായ്ച്ച് നിൽക്കുന്നവരുടെ ജീവിതത്തിൽ ഇതുപോലുള്ള അനിഷ്ട സംഭവങ്ങൾ വരുത്തിക്കൂട്ടി അവരെ തകർക്കുവാൻ ശത്രു പ്രവർത്തിച്ചെന്ന് വരാം. ഒരു കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്, ദൈവം നമ്മെ ദോഷങ്ങളാൽ പരീക്ഷിക്കുന്നില്ല എന്നതാണ്. ദോഷമായ കാര്യങ്ങളാൽ നമ്മെ പരീക്ഷിക്കുന്നത് പിശാചാണ്. ഒരുപക്ഷെ പെട്ടെന്നോ അല്ലെങ്കിൽ സാവധാനത്തിലോ നമ്മെ പരീക്ഷയിൽ അകപ്പെടുത്തി ദൈവകൃപയിൽ നിന്ന് വീഴിച്ച് നമ്മെ സ്വർഗരാജ്യത്തിന് അയോഗ്യരാക്കി തീർക്കുകയാണ് പിശാചിൻ്റെ ലക്ഷ്യം. ബൈബിൾ പറയുന്നു, പിശാചിൻ്റെ തന്ത്രങ്ങളെ നിങ്ങൾ അറിയാത്തവരല്ലല്ലോ. 50 വർഷം കൊണ്ട് നമ്മൾ നേടിയ സാക്ഷ്യം നഷ്ടപ്പെടുവാൻ ഒരു ചെറിയ കാര്യം മതി, 1 മിനിറ്റ് മതി. എന്നാൽ ഓരോ സംഭവങ്ങൾക്കും പിന്നിലെ സാഹചര്യവും കാരണവും നഷ്ടവുമൊക്കെ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ ഇരകളുടെ പ്രതികരണത്തിലും വ്യത്യാസം ആവശ്യമായി വന്നേക്കാം. അതിനെ ഞങ്ങൾ വിധിക്കുന്നില്ല, ദയവ് ചെയ്ത് തെറ്റിദ്ധരിക്കരുതെന്ന് അപേക്ഷിക്കുന്നു. എന്നാൽ ഞങ്ങളുടെ മകൻ്റെ അപകട മരണത്തോട് ഉള്ള ബന്ധത്തിൽ ഞങ്ങൾ സ്കൂൾ ഡിസ്ട്രിക്റ്റിനെതിരെ വ്യവഹാരത്തിന് പോയാൽ അത് തികച്ചും ദ്രവ്യാഗ്രഹം എന്നേ വരികയുള്ളൂ എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നു. അതിനെ ന്യായീകരിപ്പാൻ കഴിയുന്നതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ദ്രവ്യാഗ്രഹത്തെ സംബന്ധിച്ച് വിശുദ്ധ ബൈബിളിൽ പറയുന്നത്, പ്രത്യേകിച്ച് 1 തിമോഥെയോസ് 6:7-11 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് കാണാം. ഞാൻ മൊത്തം അത് വായിക്കുന്നില്ല. ഇഹലോകത്തിലേക്ക് നാം ഒന്നും കൊണ്ടുവന്നിട്ടില്ല, ഇവിടെ നിന്ന് യാതൊന്നും കൊണ്ടുപോകുവാൻ കഴിയുന്നതുമല്ല. ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതി എന്ന് നാം വിചാരിക്കുക. ധനികന്മാരാകുവാൻ ആഗ്രഹിക്കുന്നവർ പരീക്ഷയിലും കണിയിലും കുടുങ്ങുകയും മനുഷ്യർ സംഹാരനാശങ്ങളിൽ മുങ്ങിപ്പോകുവാൻ ഇടവരുന്ന മൗഢ്യവും ദോഷകരവുമായ പല മോഹങ്ങൾക്കും ഇരയായിത്തീരുകയും ചെയ്യുന്നു. ദ്രവ്യാഗ്രഹം സകലവിധ ദോഷങ്ങൾക്കും മൂലമല്ലോ. ഇത് ചിലർ കാക്ഷിച്ചിട്ട് വിശ്വാസം വിട്ടുപിഴന്ന് ബഹുദുഃഖങ്ങൾക്ക് അധീനരായി തീർന്നിരിക്കുന്നു എന്ന് ദൈവവചനത്തിൽ നാം കാണുന്നു. ഈ ധനം അഥവാ മണി ഒരു മാഗ്നറ്റ് പോലെയാണ്. അത് നമ്മെ അതിലേക്ക് ആകർഷിക്കുന്നതാണ്. നമുക്ക് എത്ര ധനമാണ് വേണ്ടത്? ഉണ്മാനും ഉടുപ്പാനും ഉണ്ടെങ്കിൽ മതിയെന്ന് ദൈവവചനം പറയുന്നു. മനുഷ്യരാരും മതിയെന്ന് പറയുവാൻ ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ധനം എന്നുള്ളത്. എന്നാൽ മതിയെന്നല്ല, അത് ഞങ്ങൾക്ക് വേണ്ട എന്ന് തന്നെ പറയുവാൻ ദൈവം ഞങ്ങൾക്ക് കൃപ നൽകി. അതുപോലെ തന്നെ സൂ ചെയ്യുന്നത് സംബന്ധിച്ചുള്ള ദൈവഹിതം അറിയാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിച്ചില്ല. കാരണം ബൈബിളിൽ വ്യക്തമായി പറഞ്ഞിട്ടുള്ള കാര്യം സംബന്ധിച്ച് നമ്മൾ അതുപോലെ അങ്ങ് ചെയ്താൽ മതി. ബൈബിളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു ദൈവഹിതമില്ല. ഈ സാഹചര്യത്തിൽ ഞങ്ങൾ സ്കൂൾ ഡിസ്ട്രിക്റ്റിനെതിരെ സൂ ചെയ്താൽ അത് ഞങ്ങളുടെ ദ്രവ്യാഗ്രഹമാണ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ആ വിഷയത്തിൽ മറ്റ് മനുഷ്യരോട് അഭിപ്രായം ചോദിച്ചാൽ അതും ദൈവഹിതമായിരിക്കാൻ സാധ്യതയില്ല. കാരണം ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിന് വ്യത്യസ്തമായി
ശരിയും തെറ്റും നിശ്ചയിക്കാൻ ആർക്കാണ് യോഗ്യത? ഞങ്ങളുടെ ഈ സാക്ഷ്യം നിങ്ങൾക്ക് അനുഗ്രഹമായിരുന്നു എന്ന് ഞങ്ങൾ കരുതുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി, നമസ്കാരം.